ഇന്നിവിടെ ഈ ഹാൾ നിറഞ്ഞ്, ഗാലറികൾ നിറഞ്ഞ് മലയാളത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തകർ ഒരുമിക്കുമ്പോൾ രണ്ട് അദൃശ്യ സാന്നിധ്യങ്ങൾ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങൾ, കാലവും ചരിത്രവും. ഇന്നിവിടെ ചരിത്രം പുതിയ ഒരു ഏട് കുറിക്കുകയാണ്. ലോകത്തെവിടെയും സമാനമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് കരുതുക വയ്യ. ഇന്ത്യയിൽ തീർച്ചയായും ഇതിന് സമാനമായ മറ്റൊരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നും നമുക്കുറപ്പുണ്ട്. നമുക്കേവർക്കും അറിയുന്നത് പോലെ ഫെഫ്കയിലെ മുഴുവൻ അംഗങ്ങളെയും, അർഹതപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇന്നിവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. കാലവും ചരിത്രവും ഈ മഹനീയ സന്ദർഭത്തിന് സാക്ഷി നിൽക്കുന്നു എന്ന് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇന്ന് ഈ വലിയ ഹാളിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ഫെഫ്കയുടെ ആരംഭകാലം ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ആമുഖമായി സംസാരിക്കാൻ നിയോഗമുണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും. ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ആ ഹാളിൽ നമുക്ക് പരസ്പരം കേൾക്കാനാകും വിധം മുഴങ്ങിയിരുന്ന നെഞ്ചിടിപ്പിനെ കുറിച്ചാണ്. വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ അങ്കലാപ്പുണ്ടായിരുന്നു. കൃത്യമായ ദിശാബോധമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മലയാളത്തിലെ മുഴുവൻ സാങ്കേതിക പ്രവർത്തകരും ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒരുമിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് 2008 മുതൽ ആരംഭിച്ച ഒരു വലിയ പരിശ്രമമായിരുന്നു, വലിയൊരു യജ്ഞമായിരുന്നു. ആ യജ്ഞത്തിൻ്റെ ആദ്യ കാലഘട്ടം നമുക്ക് ഓർമ്മിക്കാം. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് പോരാടേണ്ടി വന്നു, ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷേ ആത്യന്തികമായി ഇന്ത്യയിലെ, മലയാളത്തിലെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ചലച്ചിത്ര സംഘടനയായി ഫെഫ്ക പിറവി കൊള്ളുകയും ഈ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ ഈ ഹാളിൽ മുഴങ്ങി കേൾക്കുന്നത് അങ്കലാപ്പിൻ്റെയോ ആശങ്കയുടെയോ നെഞ്ചിടിപ്പുകളല്ല. തീർച്ചയായും ആത്മവിശ്വാസത്തിൻ്റെ, അവകാശബോധത്തിൻ്റെ പേരിൽ ഒരുമിച്ചവരുടെ ആത്മധൈര്യത്തിൻ്റെ, ഒരുമിപ്പിൻ്റെ നെഞ്ചിടിപ്പുകളാണ്. അതിൻ്റെ താളം ഏറ്റവും മനോഹരമായ താളമാണ് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഫെഫ്കയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തവർ, അതിന് കാരണഭൂതരായവർ, അങ്ങനെ പലരും. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ഈ ഹാളിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ യാത്രയാക്കിയ നമ്മുടെ പ്രിയ സഹോദരൻ, പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദിഖ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിന് കാരണമാവുകയും ആരംഭകാലങ്ങൾ മുതൽ തൻ്റെ അവസാന കാലം വരെ നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ ഫെഫ്കയെ, അംഗസംഘടനകളെ സധൈര്യം നയിച്ച, മുന്നിൽ നിന്ന് പോരാടിയ ഒരുപാട് പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. അവരുടെ എല്ലാം പേരുകൾ നാം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഈ പദ്ധതി മറ്റൊരു ഏജൻസിയുടെയും സഹായമില്ലാതെ, സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസികളുടെയോ ഒന്നും പിന്തുണയോ പിൻബലമോ ഇല്ലാതെ നമ്മളിന്ന് ഏറ്റവും പുതിയ, ഏറ്റവും നവീനമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിന് രൂപം കൊടുത്ത മുഴുവൻ സാരഥികളെയും, ഫെഫ്കയുടെ മുഴുവൻ സാരഥികളെയും നമ്മൾ തീർച്ചയായും അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു. എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. എങ്കിലും ഫെഫ്കയെ ഇത്രയും കാലം നയിച്ച് ഇങ്ങനെ ഒരു സാഹസത്തിന്, ഇതൊരു സാഹസം കൂടിയാണ്. ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹസത്തിന് മുൻകൈയെടുത്ത ആത്മധൈര്യത്തിൻ്റെ പേര് ബി ഉണ്ണികൃഷ്ണൻ എന്നുകൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ഇത് ആവിഷ്കരിച്ച മുഴുവൻ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കും. ഇന്ന്
ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മൾ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഭദ്രദീപം കൊളുത്താൻ ഏറ്റവും അർഹരായ, ഏറ്റവും യോഗ്യരായ ചലച്ചിത്ര പ്രവർത്തകരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരെ ഓരോരുത്തരായി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ദശാബ്ദങ്ങളായി മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന, ഇന്നും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെ ഓരോരുത്തരെയായി ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ ദേവൻ കുമാരപുരം, കോസ്റ്റ്യൂംസ്. ദേവൻ കുമാരപുരം പ്രേം നസീറും ജയഭാരതിയും നായികന്മാരായി വേഷമിട്ട ചൂതാട്ടം എന്ന സിനിമയിൽ ലക്ഷ്മണൻ എന്ന കോസ്റ്റ്യൂമറുടെ കീഴിൽ 1981 2 സഹായികൾ പ്രവർത്തിച്ചിരുന്നു. സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസും ദേവൻ കുമാരപുരം എന്ന ദേവൻ. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച തയ്യൽ വിദഗ്ധരിൽ ഒരാളായ ദേവൻ കുമാരപുരം 4ഓളം ചിത്രങ്ങളിൽ സ്വതന്ത്ര കോസ്റ്റ്യൂം ഡിസൈനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയിൽ സൗമ്യ സാന്നിധ്യമായി ശ്രീ ദേവൻ കുമാരപുരം ഇന്നും ജൈത്രയാത്ര തുടരുന്നു. ശ്രീ ഹരിനാരായണൻ, അദ്ദേഹം ഔട്ട്ഡോർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ഹരിനാരായണൻ ജീവിതം എങ്ങനെയൊക്കെയാകണമെന്ന് ചിന്തിച്ചു തുടങ്ങും മുൻപ് മദിരാശിയിലെ പഠന കാലയളവിൽ അച്ഛന്റെ അകാല വിയോഗത്തോടെ കുടുംബം പുലർത്താൻ ജോലി തേടി ഇറങ്ങിയ ഹരിനാരായണൻ JMC ഔട്ട്ഡോർ യൂണിറ്റിലാണ് എത്തിപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമോട്ടോഗ്രാഫർമാരുടെ ഇഷ്ടസഹായിയായ ഹരിനാരായണൻ 40 വർഷം നീളുന്ന ചലച്ചിത്ര ജീവിതം ഇന്നും ആഹ്ലാദത്തോടെ തുടരുകയാണ്. അനേകം താരമുഖങ്ങളിൽ വെളിച്ചം വിന്യസിച്ച ഹരിയേട്ടൻ മലയാള സിനിമയുടെ ഈ ചരിത്ര നിമിഷത്തിനും പ്രകാശം പരത്താനെത്തുന്നു. ശ്രീമതി അംബുജം, കേശാലങ്കാരം. ഹെയർ സ്റ്റൈലിസ്റ്റ് അംബുജം. എറണാകുളം മരട് സ്വദേശിയായ അംബുജാക്ഷി എന്ന അംബുജം ചലച്ചിത്ര ജീവിതം ആരംഭിച്ചിട്ട് 3 ദശാബ്ദത്തിലേറെയായി. കേശാലങ്കാര കലയിൽ 1/4 നൂറ്റാണ്ടിലേറെ കാലം പൂർത്തിയാക്കിയ അംബുജം ഒരു പ്രതീകമാണ്, സ്ത്രീയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകം. കേരളക്കര ആഘോഷിച്ച 100ലേറെ ചിത്രങ്ങളുടെ ക്രെഡിറ്റ് ലിസ്റ്റിൽ പേര് പതിഞ്ഞ അംബുജം തന്റെ സജീവമായ ചലച്ചിത്ര സൗകര്യ സംതൃപ്തിയോടെ അനസ്യൂതം തുടരുമ്പോൾ ഈ ഉദ്ഘാടന വേദി കൂടുതൽ അർത്ഥപൂർണമാകുന്നു. ശ്രീ സുരേഷ് VP, ആർട്ട് വിഭാഗം. സുരേഷ് VP ടൈറ്റിലിൽ ആർട്ട് അസിസ്റ്റന്റ് സുരേഷ് VP എന്നാണ് പേരെങ്കിലും ആർട്ടിലെ ശശിയേട്ടൻ എന്ന് പറഞ്ഞാലേ സിനിമാക്കാർക്ക് പോലും തിരിച്ചറിയൂ. വെറുതെ ഒരു രസത്തിന് നാടുവിട്ട് മദിരാശിയിലെത്തിയ കൗമാരക്കാരൻ ശശി പല പല ജോലികൾ ചെയ്ത് ഒടുവിൽ മുരുകാലയ സ്റ്റുഡിയോയിലെ ആർട്ട് അസിസ്റ്റന്റായി ചുവടുമാറ്റി. സിനിമയിൽ 50ാം വർഷത്തിലേക്ക് കടക്കുന്ന ശശി ഈ തൊഴിലാളി സംഗമത്തിന് അഭിമാനത്തോടെ എത്തുന്നത് കുടുംബസമേതം പാർക്കുന്ന കാലടിയിലെ സിനിമ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ നിന്നാണ്. ശ്രീ രവി MN, സാരഥി. രവി MN 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ രവി MN എന്ന ഡ്രൈവർ ഓടിച്ചതത്രയും സിനിമയിലെ പ്രൊഡക്ഷൻ വണ്ടികളായിരുന്നു. വീട് നിർമ്മാണം, 5 സഹോദരിമാരുടെ വിവാഹം, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും ആഗ്രഹിച്ചതെല്ലാം സിനിമ സമ്മാനിച്ചുവെന്ന് രവിയേട്ടൻ അഭിമാനത്തോടെ പറയുന്നു. ഭക്ഷണ വണ്ടികളുമായി രവിയേട്ടൻ ഇതിനകം പിന്നിട്ടത് 15 ലക്ഷത്തിലേറെ കിലോമീറ്ററുകളാണ്. തനിക്ക് ജോലിയും അന്നവും തന്ന പ്രൊഡ്യൂസർമാരെ ഏറെ ബഹുമാനിക്കുന്ന രവി MN തന്റെ വിജയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
ശ്രീ കെ ഹംസ, അന്നം, ആഹാരം. കെ ഹംസ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ കെ ഹംസയുടെ നാടൻ ചായ ഇഷ്ടമുള്ള ചലച്ചിത്ര പ്രവർത്തകർ മലയാള സിനിമയിൽ ഏറെയാണ്. കഴിഞ്ഞ 44 വർഷമായി ചിരിച്ച മുഖവുമായി ഭക്ഷണത്തിനൊപ്പം സ്നേഹവും വിളമ്പുന്ന കെ ഹംസ തളരാതെ വർദ്ധിത വീര്യത്തോടെ ഇന്നും ഹംസക്ക മലയാള സിനിമയിൽ തുടരുന്നു. ശ്രീ ദീപക് തങ്കപ്പൻ, ഫോക്കസ് പുള്ളർ. ദീപക് തങ്കപ്പൻ, ഫോക്കസ് പുള്ളർ. ഛായാഗ്രാഹകന്റെ മനസ്സറിഞ്ഞ് സ്ക്രീനിൽ ദൃശ്യവിന്യാസം സൃഷ്ടിക്കുന്ന കൃത്യവും വ്യക്തവുമായ കാഴ്ചയുടെ കേന്ദ്രീകരണം സാങ്കേതിക മേന്മയോടെ കലാപരമായി നിർവഹിക്കുന്ന ദീപക് തങ്കപ്പൻ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഫോക്കസ് പുള്ളർമാരിൽ ഒരാളാണ്. 25 വർഷത്തിലേറെയായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ദീപക് തങ്കപ്പനാണ് ഫെഫ്ക ചലച്ചിത്ര തൊഴിലാളി സംഗമത്തിന്റെ ഈ ഉദ്ഘാടന വേദിയിൽ തിരി തെളിയിക്കാൻ ഏഴാമനായി എത്തുന്നത്. ഈ ചരിത്ര മുഹൂർത്തത്തിന് ഭദ്രദീപം കൊളുത്താൻ ഇവർക്കൊപ്പം ഫെഫ്കയുടെ സാരഥികൾ, ഫെഫ്ക അംഗസംഘടനകളുടെ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ എന്നിവരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.